കേരള PSC റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് സീരീസ് പാർട്ട് 4. ഈ വീഡിയോയിൽ 301 മുതൽ 400 വരെയുള്ള 100 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എല്ലാവരും ഈ സീരീസ് മുഴുവനും വളരെ ശ്രദ്ധയോടെ കാണുകയും പഠിക്കുകയും ചെയ്ത് ഉന്നത വിജയം ഉറപ്പാക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ജർമ്മനിയിൽ സുഭാഷ് ചന്ദ്രബോസ് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലായിരുന്നു? ഒർലാണ്ട മസാട്ട എന്നാണ് ജർമ്മനിയിൽ സുഭാഷ് ചന്ദ്രബോസ് അറിയപ്പെട്ടിരുന്നത്. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 3. ആർട്ടിക്കിൾ 3 ആണ് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ചെടി ഏതാണ്? തുളസി. തുളസി ആണ് ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ചെടി. ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2006. 2006 ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ നിലവിൽ വന്നത്. ഇന്ത്യയിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയ ആദ്യ വനിത ആരായിരുന്നു? VS രമാദേവി. VS രമാദേവി ആണ് ഇന്ത്യയിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയ ആദ്യ വനിത. വത്തിക്കാനിലെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ലാറ്റിൻ. ലാറ്റിൻ ആണ് വത്തിക്കാനിലെ ഔദ്യോഗിക ഭാഷ. ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചായത്തി രാജ്. പഞ്ചായത്തി രാജ് ആയി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ. പ്രസംഗകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഡയസ്തനീസ്. ഡയസ്തനീസ് ആണ് പ്രസംഗകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. റേഡിയോ ആക്ടിവിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഗീഗർ മുള്ളർ കൗണ്ടർ. ഗീഗർ മുള്ളർ കൗണ്ടർ ആണ് റേഡിയോ ആക്ടിവിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഏതാണ്? ജാംനഗർ, ഗുജറാത്ത്. ഗുജറാത്തിലെ ജാംനഗർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല. ഇന്ത്യയിലെ ഏറ്റവും പഴയ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? ചെന്നൈ. ചെന്നൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ മുനിസിപ്പൽ കോർപ്പറേഷൻ. ഇന്ത്യയിലെ സാമ്രാജ്യ ശില്പികൾ എന്നറിയപ്പെടുന്ന രാജവംശം ഏതാണ്? നന്ദവംശം. നന്ദവംശം ആണ് ഇന്ത്യയിലെ സാമ്രാജ്യ ശില്പികൾ എന്നറിയപ്പെടുന്ന രാജവംശം. പുരാതന കാലത്ത് ചേരളം ദ്വീപ് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഏത്? ശ്രീലങ്ക. ശ്രീലങ്കയാണ് പുരാതന കാലത്ത് ചേരളം ദ്വീപ് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം. ഗുപ്തകാലത്ത് ജീവിച്ചിരുന്ന ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ആരായിരുന്നു? ആര്യഭട്ട. ആര്യഭട്ട ആയിരുന്നു ഗുപ്തകാലത്ത് ജീവിച്ചിരുന്ന ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ. അമേരിക്കയിൽ അടിമത്തം നിർത്തലാക്കിയ പ്രസിഡന്റ് ആരായിരുന്നു? എബ്രഹാം ലിങ്കൺ. എബ്രഹാം ലിങ്കൺ ആണ് അമേരിക്കയിൽ അടിമത്തം നിർത്തലാക്കിയ പ്രസിഡന്റ്. ചൈനയിലെ പ്രാചീന മതമായ താവോയിസത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? ലാവോസെ. ലാവോസെ ആയിരുന്നു ചൈനയിലെ പ്രാചീന മതമായ താവോയിസത്തിൻ്റെ സ്ഥാപകൻ. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയായിരുന്നു? ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരത്തിനെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്തായിരുന്നു? വാർധ പദ്ധതി. വാർധ പദ്ധതി എന്നായിരുന്നു ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര്. ശക്തിയുള്ള കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? അൽനിക്കോ. അൽനിക്കോയാണ് ശക്തിയുള്ള കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. ചെമ്പ് പാത്രങ്ങളിൽ രൂപപ്പെടുന്ന ക്ലാവിൻ്റെ രാസനാമം എന്താണ്? ബേസിക് കോപ്പർ കാർബണേറ്റ്. ബേസിക് കോപ്പർ കാർബണേറ്റ് എന്നാണ് ചെമ്പ് പാത്രങ്ങളിൽ രൂപപ്പെടുന്ന ക്ലാവിൻ്റെ രാസനാമം. എക്സ്റേ കിരണം കടന്നു പോകാത്ത ലോഹം ഏതാണ്? ലെഡ്. ലെഡ് ആണ് എക്സ്റേ കിരണം കടന്നു പോകാത്ത ലോഹം. ശബ്ദ തീവ്രത നിർണ്ണയിക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? ഡെസിബൽ. ഡെസിബൽ ആണ് ശബ്ദ തീവ്രത നിർണ്ണയിക്കുന്നതിനുള്ള യൂണിറ്റ്.
പിച്ച് ബ്ലെൻഡ് എന്നത് ഏത് മൂലകത്തിൻ്റെ അയിരാണ്? യുറേനിയം. യുറേനിയത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്. ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് രാജ്യത്തായിരുന്നു? മെക്സിക്കോ. മെക്സിക്കോയിലാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്. ലിറ്റിൽ കോർപ്പറൽ എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? നെപ്പോളിയൻ. നെപ്പോളിയൻ ആണ് ലിറ്റിൽ കോർപ്പറൽ എന്നറിയപ്പെട്ടിരുന്നത്. യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥം ഏതാണ്? തോറ. തോറയാണ് യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥം. തുഗ്ലക്ക് വംശം സ്ഥാപിച്ചത് ആരായിരുന്നു? ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ് തുഗ്ലക്ക് വംശം സ്ഥാപിച്ചത്. വിക്രമശില സ്ഥാപിച്ചത് ആരായിരുന്നു? ധർമ്മപാലൻ. ധർമ്മപാലൻ ആണ് വിക്രമശില സ്ഥാപിച്ചത്. ചോളവംശം സ്ഥാപിച്ചത് ആരായിരുന്നു? വിജയലയൻ. വിജയലയൻ ആണ് ചോളവംശം സ്ഥാപിച്ചത്. നളന്ദ സർവകലാശാല സ്ഥാപിച്ചത് ആരായിരുന്നു? കുമാരഗുപ്തൻ. കുമാരഗുപ്തനാണ് നളന്ദ സർവകലാശാല സ്ഥാപിച്ചത്. ചാലൂക്യവംശം സ്ഥാപിച്ചത് ആരായിരുന്നു? ജയസിംഹൻ. ജയസിംഹൻ ആണ് ചാലൂക്യവംശം സ്ഥാപിച്ചത്. രണ്ടാം തറൈൻ യുദ്ധം നടന്നത് ഏതു വർഷമായിരുന്നു? 1192. 1192 രണ്ടാം തറൈൻ യുദ്ധം നടന്നത്. ഒന്നാം തറൈൻ യുദ്ധം നടന്നത് ഏതു വർഷമായിരുന്നു? 1191. 1191 ഒന്നാം തറൈൻ യുദ്ധം നടന്നത്. അലഹബാദ് ശാസനം രചിച്ചത് ആരായിരുന്നു? ഹരിസേനൻ. ഹരിസേനൻ ആണ് അലഹബാദ് ശാസനം രചിച്ചത്. ഉപനിഷത്തുകൾ ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? സംസ്കൃതം. സംസ്കൃത ഭാഷയിലാണ് ഉപനിഷത്തുകൾ രചിച്ചിട്ടുള്ളത്. ശിലായുഗത്തിലെ ജനങ്ങൾ ആദ്യമായി ഇണക്കി വളർത്തിയ മൃഗം ഏതായിരുന്നു? നായ. നായ ആണ് ശിലായുഗത്തിലെ ജനങ്ങൾ ആദ്യമായി ഇണക്കി വളർത്തിയ മൃഗം. സിന്ധു നദീതട കാലത്തെ പ്രധാന തുറമുഖം ഏതായിരുന്നു? ലോത്തൽ, ഗുജറാത്ത്. ഗുജറാത്തിലെ ലോത്തൽ ആണ് സിന്ധു നദീതട കാലത്തെ പ്രധാന തുറമുഖം. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? സി വി രാമൻപിള്ള. സി വി രാമൻപിള്ളയാണ് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. പ്രകൃതി ഗായകൻ എന്ന് വിശേഷിക്കപ്പെടുന്ന കവി ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പാണ് പ്രകൃതി ഗായകൻ എന്ന് വിശേഷിക്കപ്പെടുന്ന കവി. സഞ്ചാര സാഹിത്യകാരൻ എന്നറിയപ്പെടുന്ന മലയാള എഴുത്തുകാരൻ ആരാണ്? എസ് കെ പൊറ്റക്കാട്. എസ് കെ പൊറ്റക്കാട് ആണ് സഞ്ചാര സാഹിത്യകാരൻ എന്നറിയപ്പെട്ടിരുന്ന മലയാള എഴുത്തുകാരൻ. രാമചരിതം പാട്ടുകൃതി രചിച്ചത് ആരായിരുന്നു? ചീരാമകവി. ചീരാമകവിയാണ് രാമചരിതം പാട്ടുകൃതി രചിച്ചത്. മലയാളത്തിലെ ഏറ്റവും പ്രാചീനമായ പാട്ടുകൃതി ഏതാണ്? രാമചരിതം. രാമചരിതം ആണ് മലയാളത്തിലെ ഏറ്റവും പ്രാചീനമായ പാട്ടുകൃതി. പ്രകൃതിദത്തമായ റബ്ബറിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥം ഏതാണ്? ഐസോപ്രീൻ. ഐസോപ്രീൻ ആണ് പ്രകൃതിദത്തമായ റബ്ബറിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥം. റെഫ്രിജറേറ്ററുകളിൽ താപനില നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? തെർമോസ്റ്റാറ്റ്. തെർമോസ്റ്റാറ്റ് ആണ് റെഫ്രിജറേറ്ററുകളിൽ താപനില നിയന്ത്രിക്കുന്ന ഭാഗം. ലോഗരിതം കണ്ടുപിടിച്ചത് ആരായിരുന്നു? ജോൺ നേപ്പിയർ. ജോൺ നേപ്പിയർ ആണ് ലോഗരിതം കണ്ടുപിടിച്ചത്. പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിച്ചത് ആരായിരുന്നു? ക്രിസ്ത്യൻ ഹൈജൻസ്. ക്രിസ്ത്യൻ ഹൈജൻസ് ആണ് പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിച്ചത്. യുറാനസ് ഗ്രഹം കണ്ടുപിടിച്ചത് ആരായിരുന്നു? വില്യം ഹെർഷൻ. വില്യം ഹെർഷൻ ആണ് യുറാനസ് ഗ്രഹം കണ്ടുപിടിച്ചത്. ഇന്ത്യ ആദ്യ ആണവ പരീക്ഷണം നടത്തിയത് ഏത് വർഷമായിരുന്നു? 1974. 1974 ഇന്ത്യ ആദ്യ ആണവ പരീക്ഷണം നടത്തിയത്. തേനിൻ്റെ ശുദ്ധത പരിശോധിക്കാൻ ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? അനിലിൻ ക്ലോറൈഡ് ടെസ്റ്റ്. അനിലിൻ ക്ലോറൈഡ് ടെസ്റ്റ് ആണ് തേനിൻ്റെ ശുദ്ധത പരിശോധിക്കാൻ ചെയ്യുന്ന ടെസ്റ്റ്. വീൽസ് രോഗം എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ്? എലിപ്പനി.
എലിപ്പനി ആണ് വീൽസ് രോഗം എന്നറിയപ്പെടുന്നത്. മന്ത് രോഗം പരത്തുന്നത് ഏതിനം കൊതുകുകളാണ്? മാൻസോണിയ ആണ് മന്ത് രോഗം പരത്തുന്ന ഇനം കൊതുകുകൾ. മലമ്പനി രോഗം പരത്തുന്നത് ഏതിനം കൊതുകുകളാണ്? അനോഫിലിക്സ് സ്റ്റീഫൻസി കൊതുകുകളാണ് മലമ്പനി രോഗം പരത്തുന്നത്. ഡെങ്കിപ്പനി പരത്തുന്നത് ഏതിനം കൊതുകുകളാണ്? ഈഡിസ് ഈജിപ്സ് ആണ് ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ. കുടിവെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ക്ലോറിൻ ആണ് കുടിവെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വാതകം. പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ രൂപം ഏതാണ്? ഗ്രാഫൈറ്റ് ആണ് പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ രൂപം. കണ്ണിൻ്റെ കോർണിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയുടെ പേരെന്താണ്? കെരാറ്റോപ്ലാസ്റ്റി ആണ് കണ്ണിൻ്റെ കോർണിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയുടെ പേര്. കണ്ണിനുള്ളിൽ അസാധാരണ മർദ്ദം ഉണ്ടാകുന്ന അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഗ്ലോക്കോമ എന്നാണ് കണ്ണിനുള്ളിൽ അസാധാരണ മർദ്ദം ഉണ്ടാകുന്ന അവസ്ഥ അറിയപ്പെടുന്നത്. ചെർണോബിൽ ആണവ ദുരന്തം നടന്നത് ഏത് വർഷമായിരുന്നു? 1986. 1986 ചെർണോബിൽ ആണവ ദുരന്തം നടന്നത്. ഹോമിയോ ചികിത്സാ സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സാമുവൽ ഹാനിമാൻ ആണ് ഹോമിയോ ചികിത്സാ സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവ്. അമിത മദ്യപാനാസക്തിക്ക് പറയുന്ന പേരെന്താണ്? ഡിപ്സോമാനിയ എന്നാണ് അമിത മദ്യപാനാസക്തിക്ക് പറയുന്ന പേര്. ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. മർദ്ദത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? പാസ്കൽ ആണ് മർദ്ദത്തിൻ്റെ യൂണിറ്റ്. ഇൻഫ്രാറെഡ് കിരണങ്ങളുടെ സാന്നിധ്യം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബാലോമീറ്റർ ആണ് ഇൻഫ്രാറെഡ് കിരണങ്ങളുടെ സാന്നിധ്യം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ശ്വാസകോശത്തിൻ്റെ ശേഷി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്പൈറോമീറ്റർ ആണ് ശ്വാസകോശത്തിൻ്റെ ശേഷി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഭാവിയുടെ ഇന്ധനം എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? ഹീലിയം ആണ് ഭാവിയുടെ ഇന്ധനം എന്ന് വിളിക്കുന്നത്. ആണവ ദുരന്തം ഉണ്ടായാൽ അവിടെയുള്ള ജനങ്ങൾക്ക് കഴിക്കാൻ നൽകുന്ന ഗുളിക ഏതാണ്? പൊട്ടാസ്യം അയഡൈഡ് ആണ് ആണവ ദുരന്തം ഉണ്ടായാൽ അവിടെയുള്ള ജനങ്ങൾക്ക് കഴിക്കാൻ നൽകുന്ന ഗുളിക. കൊഴുപ്പുകളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? സ്റ്റിയറിക് ആസിഡ് ആണ് കൊഴുപ്പുകളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഇടിമിന്നലിൽ വൈദ്യുതി ഉണ്ടെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് ഇടിമിന്നലിൽ വൈദ്യുതി ഉണ്ടെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? സിങ്ക് ആണ് ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹം. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരം ആര്? പി ടി ഉഷയാണ് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരം. ഇന്ത്യക്ക് ആദ്യമായി ഹോക്കി ഒളിമ്പിക് സ്വർണം ലഭിച്ചത് ഏത് വർഷമാണ്? 1928. 1928 ഇന്ത്യക്ക് ആദ്യമായി ഹോക്കി ഒളിമ്പിക് സ്വർണം ലഭിച്ചത്. നോക്കൗട്ട് എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിംഗ് എന്ന കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദമാണ് നോക്കൗട്ട്. സ്പോർട്സിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡ് ഏതാണ്? ലോറസ് അവാർഡാണ് സ്പോർട്സിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡ്. സ്പെയിനിലെ ദേശീയ കായിക വിനോദം ഏതാണ്? കാളപ്പോര് ആണ് സ്പെയിനിലെ ദേശീയ കായിക വിനോദം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? പുന്നമടക്കായലിൽ ആണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. വിറ്റാമിനുകൾ കണ്ടുപിടിച്ചത് ആരാണ്?
കാസിമർ ഫങ്കാണ് വിറ്റാമിനുകൾ കണ്ടുപിടിച്ചത്. ഹിപ്നോട്ടൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ബാർബിട്രൂറിക് ആസിഡ്. ബാർബിട്രൂറിക് ആസിഡാണ് ഹിപ്നോട്ടൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആസിഡ്. മുഴുവൻ പ്രപഞ്ചവും എൻ്റെ ജന്മനാടാണ് എന്നത് ആരുടെ വാക്കുകളാണ്? കൽപ്പന ചൗള. കൽപ്പന ചൗളയുടെ വാക്കുകളാണ് മുഴുവൻ പ്രപഞ്ചവും എൻ്റെ ജന്മനാട് ആണ് എന്നുള്ളത്. ഗൺ കോട്ടൺ എന്നറിയപ്പെടുന്ന പദാർത്ഥം ഏതാണ്? സെല്ലുലോസ് നൈട്രേറ്റ്. സെല്ലുലോസ് നൈട്രേറ്റ് ആണ് ഗൺ കോട്ടൺ എന്നറിയപ്പെടുന്ന പദാർത്ഥം. തൈറോക്സിൻ ഹോർമോൺ അളവ് കുറയുന്നത് കാരണം മുതിർന്നവർ ഉണ്ടാകുന്ന രോഗം ഏതാണ്? മിക്സിഡിമ. മിക്സിഡിമ ആണ് തൈറോക്സിൻ ഹോർമോൺ അളവ് കുറയുന്നത് കാരണം ഉണ്ടാകുന്ന രോഗം. സ്വർണം ലയിക്കുന്ന ലായനി ഏതാണ്? അക്വാറീജിയ. അക്വാറീജിയ ആണ് സ്വർണം ലയിക്കുന്ന ലായനി. മനുഷ്യനിലെ അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? അഡ്രിനാലിൻ. അഡ്രിനാലിൻ ആണ് മനുഷ്യനിലെ അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ. തൈറോക്സിൻ ഹോർമോൺ അളവ് കുറയുന്നത് കാരണം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ക്രെട്ടിനിസം. ക്രെട്ടിനിസം ആണ് തൈറോക്സിൻ ഹോർമോൺ അളവ് കുറയുന്നത് കാരണം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം. ന്യൂറോണുകൾ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക്. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂറോണുകൾ കണ്ടുപിടിച്ചത്. ഹോൺ സിൽവർ എന്നറിയപ്പെടുന്ന രാസവസ്തു ഏതാണ്? സിൽവർ ക്ലോറൈഡ്. സിൽവർ ക്ലോറൈഡ് ആണ് ഹോൺ സിൽവർ എന്നറിയപ്പെടുന്ന രാസവസ്തു. ഇലക്ട്രോണുകളെ കണ്ടുപിടിച്ചത് ആരായിരുന്നു? ജെ തോംസൺ. ജെ തോംസൺ ആണ് ഇലക്ട്രോണുകളെ കണ്ടുപിടിച്ചത്. ഇന്ത്യൻ സാറ്റലൈറ്റ് കൺട്രോളിന് ആസ്ഥാനം എവിടെയാണ്? ഹാസൻ, കർണാടകം. കർണാടകയിലെ ഹാസൻ ആണ് ഇന്ത്യൻ സാറ്റലൈറ്റ് കൺട്രോളിൻ്റെ ആസ്ഥാനം. നക്ഷത്രങ്ങളുടെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? പാർസെക്. പാർസെക് ആണ് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. ഒരു ഹോഴ്സ് പവർ എന്നത് എത്ര വാട്ട്സ് ആണ്? 746 വാട്ട്സ്. 746 വാട്ട്സ് ആണ് ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓട്ടോ ഹാൻ. ഓട്ടോ ഹാൻ ആണ് ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ലെൻസിൻ്റെ പവർ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡയോപ്റ്റർ. ഡയോപ്റ്റർ ആണ് ലെൻസിൻ്റെ പവർ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. ഓസ്കാർ പുരസ്കാരം ഏത് ലോകത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ബ്രിട്ടാനിയം. ബ്രിട്ടാനിയം ലോകത്തിലാണ് ഓസ്കാർ പുരസ്കാരം നിർമ്മിച്ചിരിക്കുന്നത്. കാലാവസ്ഥയുടെ മണ്ഡലം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ ആണ് കാലാവസ്ഥയുടെ മണ്ഡലം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി. ഹാലിയുടെ വാൽനക്ഷത്രം എത്ര വർഷത്തിലൊരിക്കലാണ് പ്രത്യക്ഷപ്പെടുന്നത്? 76 വർഷം. 76 വർഷത്തിലാണ് ഹാലിയുടെ വാൽനക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നത്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ്? സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിൽ ആണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. ആദ്യ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി ആര്? അനോഷെ അൻസാരി. അനോഷെ അൻസാരിയാണ് ആദ്യ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കൊൽക്കത്ത. കൊൽക്കത്തയാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന സ്ഥലം. ചൈനാമാൻ എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ക്രിക്കറ്റ് എന്ന കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പദമാണ് ചൈനാമാൻ. കോമൺവെൽത്ത് ഗെയിംസ് തുടങ്ങിയത് ഏത് വർഷമാണ്? 1930. 1930 കോമൺവെൽത്ത് ഗെയിംസ് തുടങ്ങിയത്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി ആരായിരുന്നു? സി ബാലകൃഷ്ണൻ. സി ബാലകൃഷ്ണൻ ആണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി.